രാവിലെ ഞാൻ ഉറക്കം എണീറ്റ് വന്നപ്പോഴത്തേക്കും പിള്ളേരൊക്കെ ഇവിടെ റെഡി. എന്നാ പഞ്ചലാന്നേ. നവീൻ ഒരു വാക്ക് പറഞ്ഞാൽ പിള്ളേരൊക്കെ മുട്ടിടിക്കും. ഇവിടെ നിന്ന് ഇനി 10 കിലോമീറ്റർ ഉണ്ട് ബേസ് ക്യാമ്പിൽ എത്താൻ വേണ്ടിയിട്ട്. ഈ കിടക്കുന്ന ഇരട്ടിക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചേച്ചി വിട്ട് തന്നേക്കുക. ഞങ്ങൾ റിച്ച് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ജീപ്പൊന്നുമല്ല, ഒരു കാറിഞ്ഞ് വിട്ട് തന്നേക്കുക. കൂട്ടത്തിൽ പ്രോ ഡ്രൈവർ ഞാനാണെന്ന് പറഞ്ഞ് വണ്ടി എൻ്റെ തന്നേക്കുക. ഇവർക്കറിയില്ലല്ലോ നാട്ടിൽ ഞാനൊരു അറബാന പോലെ ഓടിക്കാത്ത ആളാണെന്നുള്ളത്. 30-40 വെച്ച് പറത്തി ഞാൻ പിള്ളേരെ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം മുകളിലോട്ട് കയറാൻ. ഇവിടെ ഈ കാത്തിരിക്കുന്നത് കുടത്തി ഒരുത്തി തൂറാൻ പോയതാണ്. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ആണുങ്ങൾ മാത്രമല്ല കേട്ടോ ട്രിപ്പിന് പോകുമ്പോൾ തൂറാൻകുട്ടികൾ. ഇവിടുന്ന് ഒരു ഗൈഡ് വരും കേട്ടോ. ഗൈഡില്ലാതെ നമുക്ക് കയറി പോകാൻ പറ്റത്തില്ല. ഒരു ഗൈഡിന് 1000 രൂപയാണ്. മുമ്പിൽ പോകുന്ന അണ്ണനാണ് ഞങ്ങളുടെ ഗൈഡ്. ഇവിടെ നിന്നാണ് ഇനി മുകളിലോട്ട് നടന്ന് കയറേണ്ടത്. ഇവിടെ നിന്ന് നമ്മുടെ നിക്കർ വരെ അവന്മാർ ഊരി നോക്കും. ഇത് നമ്മുടെ കൂടുതൽ കൊച്ചുണിയാണ്, പക്ഷേ പിടിച്ചേട്ടോ. ബിസ്ക്കറ്റ് വരെ പൊട്ടിച്ചവന്മാർ കവർ ഇടിപ്പിച്ചു. ഇവിടെ നിന്ന് ടോപ്പിലെത്താൻ 4 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നടന്നങ്ങോട്ട് കയറുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല സുഖമാണ്. പക്ഷേ ഓരോ വളവ് കഴിയുമ്പോഴും നല്ല ഭംഗിയാട്ടോ. ഓരോ ടെറൈൻ ഇങ്ങനെ മാറി 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 തോന്നുമല്ലോ നമുക്ക് തോന്നും. വഴിയിൽ നിന്നൊരു കമ്പ് കിട്ടിയത് ആശ്വാസമായി. ഞാൻ ആ കമ്പും കുത്തിയാണ് നടക്കും കിളവന്മാരോട്ട്. വിളുമാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. വിളുമാരൊക്കെ റബ്ബറും പാലാണെന്ന് കുടിക്കുന്നതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എന്നാ സ്റ്റാമിനയാണ്. ഞാനൊക്കെ ആണെങ്കിടെ വില കളഞ്ഞു. ചെല്ലുന്ന ഓരോ സ്പോട്ടിലും ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള നല്ല ആംബിയൻസ് ഉള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഫോട്ടോജനിക്ക് അല്ലാത്തതുകൊണ്ടും ഫോട്ടോ എടുത്താൽ കുരങ്ങൻ കോക്കറി കാണിക്കുന്നിരിക്കുന്നതുകൊണ്ടും നമ്മളങ്ങനെ വലിയ ഫോട്ടോസൊന്നും എടുത്തില്ല. അണച്ച് പണ്ടാരടങ്ങി പകുതി എത്തിയപ്പോഴത്തേക്ക് ഇവിടെ ഓരോരുത്തർ പല സൈസ് വികൃതികളാണ് കാണിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊരു ബോർഡുണ്ട് കേട്ടോ. ഏകദേശം 3 കിലോമീറ്റർ കഴിഞ്ഞ് ഞാൻ എനിക്കിനി വയ്യ. ഇവിടെ നിന്നുള്ള ഇനി 1 കിലോമീറ്ററാണ് മോനെ കഠിനം. സത്യം പറഞ്ഞാൽ എൻ്റെ വായിന്നും പുറകെ കൂടെ വെക്കാൻ നൊരയും പതയും വന്ന് ഞാൻ അങ്ങ് എനിക്കിനി കയറണോന്ന് പോലും തോന്നുന്നില്ല. അമ്മാതിരി ഞാൻ കുഴഞ്ഞു. കൊണ്ടുപോയ വെള്ളം ഏകദേശം തീരാറായി. ഇനി വല്ല പുല്ലിനും ചവച്ച് നീരിറക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. പക്ഷേ പിള്ളേരൊക്കെ ഭയങ്കര സപ്പോർട്ടാട്ടോ. എന്നെ ഉന്തി തെളിച്ചും മണ്ടയ്ക്ക് എത്തിച്ച് ഞാൻ ഈ വ്യൂ കണ്ടപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ മോനെ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു വേദനയും എൻ്റെ ആ ക്ഷീണവും എൻ്റെ ആ തളർച്ച എങ്ങോട്ട് പോയെന്നറിയാൻ പോയി. എൻ്റെ വളിയ എന്തോ മാതിരി പോകും. ഞാൻ ഫോണിലും നമ്മുടെ ഡെസ്ക്ടോപ്പിലൊക്കെ കണ്ടിട്ടുള്ള ആ സീനറി ഉണ്ടല്ലോ, എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അയ്യോ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ വീഡിയോ കാണുന്നതൊന്നുമല്ല. ഇതൊരു 20 ഇരട്ടിയിൽ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കും. എൻ്റെ അളിയാ, ഞാൻ മസ്റ്റ് ട്രൈ എന്ന് പറയും. നമ്മൾ കഷ്ടപ്പെട്ടതിന് റിസൾട്ട് ഉണ്ട് കേട്ടോ. തിരിച്ചിറങ്ങുന്നതായിരുന്നു അമ്പതിൽ ടാസ്ക്. എൻ്റെ കാലൊക്കെ വിറച്ച് ആ കമ്പില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഞാൻ അവിടെ എവിടെയെങ്കിലും മൂക്കും കുത്തി വീണേ. പക്ഷേ ബാക്കിയുള്ളവർ കേട്ടോ, അവർ തീയായിരുന്നു. തിരിച്ചിറങ്ങി എത്തിയപ്പോഴത്തേക്ക് എൻ്റെ ഷൂ ഇളകി. ഇനിയിപ്പോൾ താഴെ ചെന്നിട്ട് വേണം ഫുഡ് വല്ലതും കഴിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ അളിയാ ഞാനങ്ങ് കുഴഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ പിന്നെ കാണാം.